റിലീസിന് മുന്നേ വൻ ഹൈപ്പുള്ള ചിത്രം. ട്രെയിലർ എത്തിയതോടെ ഇത് ഒന്നൊന്നര പടമായിരിക്കുമെന്ന് ആരാധകർ. ശരിക്കും എങ്ങനെയുണ്ട് ടർബോ? മമ്മൂട്ടി മിന്നിച്ചോ? മലയാള സിനിമാ പ്രേക്ഷകർ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ബ്രാൻഡായി കുറഞ്ഞ കാലം കൊണ്ട് മമ്മൂട്ടി കമ്പനി മാറിയിട്ടുണ്ട്. നിർമ്മിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഹിറ്റ്. എന്നാൽ ഇതുവരെ മമ്മൂട്ടി കമ്പനി പരീക്ഷിക്കാത്ത തരം സിനിമയാണ് ടർബോ. അടിമുടി അടിപ്പടം. മാസല്ല മരണമാസാണ് മമ്മൂട്ടി എന്ന് ആരാധകർ. വൈശാഖ് നിരാശപ്പെടുത്തിയില്ല. വേറെ ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നും പ്രതികരണങ്ങൾ. വില്ലനായി എത്തുന്ന രാജ്പി ഷെട്ടി സ്കോർ ചെയ്തു. റോഷാക്കിന് ശേഷം ബിന്ദു പണിക്കർ സ്ക്രീൻ സ്പേസും പെർഫോമൻസും കൊണ്ട് ഞെട്ടിപ്പിച്ചുവെന്നും ആദ്യ റിപ്പോർട്ട്. അവസാന 15 മിനിറ്റിലെ സ്റ്റണ്ട് കൊറിയോഗ്രഫിയാണ് ഹൈലൈറ്റ്. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ പറഞ്ഞ് ക്ലീഷയായിപ്പോയ പ്രയോഗമാണെങ്കിലും ആദ്യ ഷോ കണ്ടിറങ്ങിയവർ മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ക്രിസ്റ്റോ സേവ്യറിന്റെ സംഗീതവും വിഷ്ണു ശർമ്മയുടെ ഛായാഗ്രഹണവും എടുത്തു പറയേണ്ടതാണ്. സാങ്കേതികമായി ഉയർന്ന നിലവാരം പുലർത്തിയ ടർബോ ബോളിവുഡ് കാത്തിരുന്ന മാസ് എന്റർടൈനർ എന്നാണ് കാഴ്ചക്കാർ ഒന്നടങ്കം പറയുന്നത്. അപ്പോ എങ്ങനെയാ? അടുത്ത 100 കോടി ജോസേട്ടായി എടുക്കുമോ?